ലാംബി സ്കൂട്ടറിൽ നടന്ന കേക്കച്ചൻ കോടീശ്വരനായത് ഇങ്ങനെ. പരമ്പര ഭാഗം 1. മിഷൻ 60യുടെ 37ാം ദിനത്തിൽ വി ഡി സതീശനെ കുറിച്ച് അദ്ദേഹത്തിന്റെ പറവൂർ മണ്ഡലത്തിലെ വോട്ടറും മുൻ യൂത്ത് കോൺഗ്രസ് എറണാകുളം ജില്ലാ സെക്രട്ടറിയുമായിരുന്ന PS രാജേന്ദ്രപ്രസാദിന്റെ വെളിപ്പെടുത്തലുകൾ കേൾക്കുക. ഈ ഉഡായിപ്പ് സതീശനാണ് ഇന്ന് നിലപാടുകളുടെ അപ്പോസ്തലനാകുവാൻ കിണഞ്ഞു പരിശ്രമിക്കുന്നത്. PS രാജേന്ദ്രപ്രസാദിന്റെ വെളിപ്പെടുത്തലിന്റെ ആദ്യ ഭാഗം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് നമ്മോടൊപ്പമുള്ളത് ശ്രീ PS രാജേന്ദ്രപ്രസാദ്. അദ്ദേഹം മുൻ എറണാകുളം യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ആയിരുന്നു. വളരെ സജീവമായി ആത്മാർത്ഥമായി ഈ കോൺഗ്രസ് പാർട്ടിയെ സ്നേഹിച്ച ഒരു വ്യക്തിയുമായിരുന്നു. ഇന്ന് അദ്ദേഹം ITV ന്യൂസ് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് കഴിഞ്ഞ 35 വർഷത്തിൽ പരമായി വി ഡി സതീശനുമായുള്ള അദ്ദേഹത്തിൻ്റെ ചില അറിവുകളാണ്. നമുക്കാർക്കും ഈ വി ഡി സതീശനെ കുറിച്ച് കാര്യമായ അറിവുകളൊന്നുമില്ല. ഈ മാധ്യമങ്ങളിലൂടെ ഇന്ന് മാധ്യമങ്ങൾ പകർന്നു തരുന്ന അറിവുകൾ മാത്രമാണുള്ളത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ സകല വിവരങ്ങളും, ഇത് വളരെ ഒരു കാഷ്വൽ ടോക്കാണ്, ഇത് ഇൻ്റർവ്യൂ ഒന്നുമല്ല, ഞങ്ങൾ തമ്മിലുള്ളൊരു സൗഹൃദ സംഭാഷണമാണ്. അന്നേരം ഈ സൗഹൃദ സംഭാഷണത്തിലൂടെ വി ഡി സതീശൻ എന്ന വ്യക്തിയെക്കുറിച്ച് ഇദ്ദേഹത്തിന് അറിയാവുന്ന സകല കാര്യങ്ങളും ITV ന്യൂസ് പ്രേക്ഷകരുമായി പങ്കുവെക്കും. നമ്മളിപ്രകാരം ഒരു അഭിമുഖം നടത്തുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഈ വി ഡി സതീശൻ എന്ന് പറയുന്ന വ്യക്തി ആരാണെന്ന് ലോകമെമ്പാടുമുള്ള മലയാളികൾ തിരിച്ചറിയണം. അന്നേരം അപ്രകാരം വിശ്വസനീയമായ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിവരങ്ങൾ നൽകാൻ മനസ്സുള്ള, അപ്രകാരം തെളിവുകളുള്ളവരുമായിട്ടുള്ള ഒരു അഭിമുഖമാണ് ITV ന്യൂസ് നടത്തുന്നത്. സ്വാഗതം ശ്രീ PS രാജേന്ദ്രപ്രസാദ്. ഇപ്പം നമുക്ക് അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചർച്ചയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒന്ന് പരിചയപ്പെടുത്താമോ, എന്തൊക്കെ താങ്കളെക്കുറിച്ചുള്ള ഒരു ബ്രീഫ് ഇൻട്രഡക്ഷൻ? 1978 പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ഞാൻ KSU താലൂക്ക്, പറവൂർ താലൂക്കിൻ്റെ സെക്രട്ടറിയായി. അന്ന് G കാർത്തിയാനാണ് KSUവിൻ്റെ പ്രസിഡൻറ്റ്. 79-80 കാലഘട്ടത്തിൽ താലൂക്ക് പ്രസിഡൻ്റായി. 80 കാലഘട്ടത്തിൽ രമേശ് ചെന്നിത്തല KSU സംസ്ഥാന പ്രസിഡൻ്റായപ്പോൾ ഞാൻ എറണാകുളം ജില്ലാ സെക്രട്ടറിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. 7 വർഷക്കാലം ജില്ലയുടെ സെക്രട്ടറിയായി. അതിനുശേഷം വടക്കേക്കര നിയോജക മണ്ഡല യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായി വർക്ക് ചെയ്തു ഒരു 5 കൊല്ലക്കാലം. അതിനുശേഷം യൂത്ത് കോൺഗ്രസിൻ്റെ എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറിയായി 2004 വരെ പ്രവർത്തിച്ചു. ഞാൻ കരുണാകരൻ്റെ കൂടെ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹം DIC ഉണ്ടാക്കി പോയ സമയത്ത് ഞാൻ അതിൻ്റെ കൂടെ പോവാതെ പാർട്ടിയിൽ തന്നെ നിൽക്കുകയും മറ്റ് ഗ്രൂപ്പുകളിൽ ചേരാതെ അക്കോമഡേഷനൊന്നുമില്ലാതെ ഇപ്പോൾ കഴിഞ്ഞ 20 വർഷമായിട്ട് പാർട്ടിയിൽ തുടരുകയാണ്. അതുപോലെ ഇനി നമുക്കറിയേണ്ടുന്നത് വി ഡി സതീശനെ കുറിച്ച്. താങ്കൾ അദ്ദേഹത്തിൻ്റെ പറവൂർ നിയോജക മണ്ഡലത്തിലെ ഒരു വോട്ടർ കൂടിയായതുകൊണ്ട് ഇത്രയും വർഷം താങ്കൾക്ക് നല്ല കൃത്യമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിത്വമാണല്ലോ വി ഡി സതീശൻ. ആ വി ഡി സതീശനെ കുറിച്ച് ഞങ്ങൾക്ക് കൂടുതൽ അറിയുവാൻ ആഗ്രഹമുണ്ട്, അദ്ദേഹത്തിൻ്റെ തുടക്കം മുതൽ. വി ഡി സതീശൻ പറവൂർ സ്വദേശിയല്ല, തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലത്തിലെ മരട് നഗരസഭയുടെ ഒരു വാർഡായ നെട്ടൂരിലെ താമസക്കാരനാണ്. വി ഡി സതീശനെ പരിചയപ്പെടുന്നത് 1981 KSUവിൻ്റെ എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറിയായിട്ട് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ജില്ലയിൽ പ്രവർത്തനം നടത്തുന്ന കാലഘട്ടത്തിൽ തേവര കോളേജിലെ ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്നു വി ഡി സതീശൻ. വി ഡി സതീശനെ ഞങ്ങൾ പരിചയപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്യാമ്പസിൽ ഒതുങ്ങിയിട്ടുള്ള രാഷ്ട്രീയക്കാരൻ. പിന്നെ പരിചയപ്പെടുന്നത് യൂണിവേഴ്സിറ്റി തലത്തിൽ പ്രസംഗ മത്സരത്തിനൊക്കെ വരും. ഈ 2 റോളിലല്ലാതെ KSUവിൻ്റെ യാതൊരു പ്രവർത്തനങ്ങളിലും സതീശൻ പങ്കാളിയായിരുന്നില്ല. എങ്കിലും അദ്ദേഹം യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായി വരുന്നത് KSU കൗൺസിലർമാരിൽ തമ്മിൽ ഭേദം എന്നുള്ള ഒരാളെ തിരഞ്ഞെടുക്കുക വഴി യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായി. അതിന് ശേഷം അദ്ദേഹം ഒരു KSUവിൻ്റെ ഒരു പ്രവർത്തനത്തിലും പങ്കാളി അല്ലെങ്കിൽ പോലും KC വേണുഗോപാൽ KSU സംസ്ഥാന പ്രസിഡൻ്റായപ്പോൾ മുൻ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ എന്ന നിലയിൽ ചെറിയൊരു അക്കോമഡേഷൻ സംസ്ഥാന കമ്മിറ്റി മെമ്പർ എന്ന നിലയിൽ കൊടുത്തു. അത് KSUവിന് വേണ്ടി യാതൊരുവിധ പ്രവർത്തനം നടത്തിയിട്ടില്ല. ബാഹ്യമായ ഒരു പ്രവർത്തനത്തിൽ ഞങ്ങളൊക്കെ നിരവധി സമരങ്ങൾ എറണാകുളം ജില്ലയിൽ നടത്തി പോലീസിൻ്റെ മർദ്ദനമൊക്കെ ഏൽക്കുന്ന സമയത്ത് ക്യാമ്പസിൻ്റെ ഉള്ളിൽ ഒതുങ്ങി നടന്നിരുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ് വി ഡി സതീശൻ. ഒരിക്കലും ഒരു സമരമുഖത്ത് വരാനോ
പോലീസുമായി ഏറ്റുമുട്ടാനോ ഒന്നിനും സതീശനെ ഞങ്ങൾ കണ്ടിട്ടില്ല, വന്നിട്ടുമില്ല. 90കളിൽ സതീശൻ രാഷ്ട്രീയം നിർത്തിപ്പോയി. അദ്ദേഹം അന്ന് LLB പാസ്സായിട്ടുണ്ട്. പക്ഷേ LLB പാസ്സായെങ്കിലും ഒരു വലിയ പ്രാക്ടീസ് ചെയ്ത് കോടതിയിലേക്ക് പോകുന്നതിന് പകരം അദ്ദേഹം എറണാകുളം സിറ്റി ഹോസ്പിറ്റലിലെ ഒരു ജീവനക്കാരനായി മാറുകയാണ് ചെയ്തത്. 91-93 കാലഘട്ടത്തിൽ 1000 രൂപ ശമ്പളത്തിലായിരുന്നു എറണാകുളം MG റോഡിലുള്ള സിറ്റി ഹോസ്പിറ്റലിലെ ജീവനക്കാരനായി മാറിയത്. ഇതിൻ്റെ ഇടയിൽ അദ്ദേഹം 91 കാലഘട്ടത്തിൽ പറവൂര് മണി ചെയിനായിട്ട് വന്നു. മണി ചെയിൻ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഒരു ദാരിദ്ര്യമുള്ളൊരു കുടുംബമായിരുന്നു. സതീശൻ്റെ ഒരു അർത്ഥ ദാരിദ്ര്യം എന്ന് പറയാം. അപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് ഇനി പരിഹരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം പറവൂര് മണി ചെയിനായിട്ട് വന്നു. ഒരു 10,000-2000 പേരെ അവിടെ ചേർത്തതിന് ശേഷം ചെയിൻ പൊട്ടിച്ച് മുങ്ങി. ശരിക്കൊരു ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ സതീശനൊന്നും അവിടെ തിരിച്ചു വരാൻ പറ്റൂല. കാരണം കേസൊന്നും ഉണ്ടായില്ല. ഇതുപോലെ മണി ചെയിൻ തട്ടിപ്പാണെങ്കിലും അന്ന് കേസാരും കൊടുത്തില്ല. അല്ല, ഇവൻ ഈ പഴയ മറ്റേ നൊട്ടോറിയസ് സതീശനാണെന്ന് നാട്ടുകാർക്ക് അറിയത്തില്ലേ? ഇത് അത് ആ ബന്ധപ്പെട്ട ആളുകൾക്ക് അറിയാമെന്നല്ലാതെ കൂടുതൽ വലിയ പബ്ലിസിറ്റി ഒന്നും ഈ കാര്യം വന്നിട്ടില്ല. കാരണം ഇത് ഒരാളെ സതീശൻ ഇപ്പം എന്നെ ചേർത്തു കഴിഞ്ഞ് ഞാനാണ് പിന്നെ 2 പേരെ ചേർക്കണത്. അങ്ങനെ കണ്ണിയുടെ മേളിലത്തെ ശൃംഖലയാകുമ്പോൾ താഴെത്തട്ടിലുള്ളവർക്ക് താഴെത്തട്ടിലുള്ള ആളുകളുടെ കാശ് വാങ്ങിയ ആളുകളെ അറിഞ്ഞുകൂടും. ഏതാണ്ട് ഇന്നും അതേ അവസ്ഥയില്ലേ? അതായത് ഈ താഴത്തെ തട്ടിലുള്ളവർക്ക് ഇവൻ യഥാർത്ഥ മുതൽ ആരാന്ന് താഴെ തട്ടിലെ ആളുകൾക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ അന്നും ഈ മണി ചെയിൻ തട്ടിപ്പിന്റെ സമയത്തും ഇവനെ ആർക്കും അറിയത്തില്ല. സ്ഥാനം സതീശനാണെന്നുള്ളത് ആർക്കും അറിയത്തില്ല. പ്രഭവകേന്ദ്രം. അപ്പൊ ഈ അടുത്ത കാലത്ത് നമ്മുടെ PV അൻവർ MLA ആയിട്ട് സതീശൻ്റെ ഒരു ടഗ് വന്ന സമയത്ത് ഈ വിഷയം എന്നെ വിളിച്ചിട്ട് മണി ചെയിനിൻ്റെ പേപ്പർ വേണമെന്ന് പറഞ്ഞു. ഞാനത് കളക്ട് ചെയ്ത സമയത്ത് സതീഷ് അവൻ്റെ കഷ്ടകാലത്തിൽ സതീശിൻ്റെ പേരുള്ള മണി ചെയിൻ്റെ ആപ്ലിക്കേഷൻ തന്നെ എൻ്റെ കയ്യിൽ കിട്ടി. അങ്ങനെ അദ്ദേഹം അത് നിയമസഭയിലൊക്കെ അവതരിപ്പിച്ചു. പക്ഷെ അദ്ദേഹം അന്ന് വേറൊരു കാര്യം കൂടി കണ്ടെത്തി. ബോംബെ ബേസ് കമ്പനിയാണ് ഇത് നടത്തുന്നതെന്നാണ് അതിൽ പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ബോംബെയിൽ അങ്ങനെ ഒരു കമ്പനി ഇല്ല, ഒരു തട്ടിപ്പ് കമ്പനിയായിരുന്നു. അതറിയണത് 20 കൊല്ലങ്ങൾക്ക് ശേഷമാണ്. അന്നേരം തുടങ്ങിയത് തന്നെ ഉടായ്പില് ഈ നാട്ടുകാരെ വലിപ്പിക്കുക, പറ്റിക്കുക, ഈ പണിയിൽ തന്നെയാണ് ഇവൻ ആദ്യമേ തുടങ്ങിയത്. ഒരു നമ്പർ 1 ഫ്രോഡ്. ഒന്നെങ്കിൽ സതീശൻ മറ്റുള്ളവരോളം ഉയരണം, അല്ലെങ്കിൽ സതീശനോടോളം ആളുകൾ നേതാക്കന്മാർ താഴണം. അന്നേരം അതുകൊണ്ടാണ് ഈ നേതാക്കന്മാർക്ക് ഇത്രത്തോളം താഴാൻ പറ്റാത്തത്. ഇത്രയും ബോട്ടം ലെവലിൽ നിന്ന് വന്ന ഒരാളായതുകൊണ്ടാണ് ഈ നേതാക്കന്മാർക്ക് ഇത്രയും താഴാൻ പറ്റാത്തത്, അല്ലേ? അതെ. എന്നിട്ട് ഈ മണി ചെയിൻ തട്ടിപ്പ് നടത്തി പുള്ളി വിട്ടുകളഞ്ഞു. അതിനുശേഷം ഈ 93 കാലഘട്ടത്തിൽ തിരുത്തൽവാദ പ്രസ്ഥാനം വന്നു. അപ്പോഴാണ് രണ്ടാമത് ഒരു രാഷ്ട്രീയ പ്രവേശനം. തിരുത്തൽവാദ പ്രസ്ഥാനം ഇല്ലെങ്കിൽ VD സതീശൻ എന്ന് പറഞ്ഞ രാഷ്ട്രീയക്കാരൊന്നും കേരളത്തിലില്ല. തിരുത്തൽവാദ പ്രസ്ഥാനം ഉണ്ടായപ്പോൾ എറണാകുളം ജില്ലയിൽ അതിന് വലിയ കരുത്തൊന്നും ഉണ്ടായില്ല. അപ്പോൾ അന്ന് G കാർത്തികേയൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പരിചയപ്പെടാൻ ഇടവഴിയുകയും അങ്ങനെയാണ് കാർത്തികേയൻ്റെ ആളായിട്ട് രംഗപ്രവേശനം ചെയ്യുന്നത്. 1 വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങളറിയണത് NSUവിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി എന്നാണ്. പെട്ടെന്ന്. പക്ഷെ KSUവിൽ പ്രവർത്തിച്ചിട്ടില്ല, യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിച്ചിട്ടില്ല. ഉഡായിപ്പിലൂടെ അന്നേ ഈ നീട്ടി എറിയാൻ NSUവിൻ്റെ സെക്രട്ടറി ആയിട്ട് ഇരുന്ന് ആ കാറ്റഗറി വെച്ചിട്ടാണ് 96 അസംബ്ലി സീറ്റ് മേടിച്ചെടുക്കുന്നത്. NSUവിൻ്റെ സെക്രട്ടറി എന്നുള്ള, അല്ലെങ്കിൽ വേറെ പോസ്റ്റ് ഒന്നുമില്ല. അതിന് മുമ്പൊന്നൊരു പാരമ്പര്യമില്ല, ഒന്നുമില്ല. സതീശന് ഒരു പാരമ്പര്യമില്ലാതെ ഈ പെട്ടെന്ന് കിട്ടിയ ഈ മറ്റേ തിരുത്തൽവാദം വന്ന കാരണം തിരുത്തൽവാദി നേതാവായ രമേശ് ചെന്നിത്തല കൊടുത്ത ഒരു ഔദാര്യമാണ് അന്ന്. ഇന്ന് രമേശ് ചെന്നിത്തല ശരിക്കും വിലപിക്കുന്നുണ്ടാകത്തില്ല. എടാ ദൈവമേ, പാമ്പിനെയാണല്ലോ ഞാൻ പാല് കൊടുത്തു വളർത്തിയത് എന്നോർത്ത്. സത്യം. രമേശ് ഇന്ന് അത് ആലോചിക്കുമ്പോൾ വിഷമിക്കുന്നുണ്ടാവും. കാരണം അദ്ദേഹത്തിന് അതേപോലെ ആണ് ചതിച്ച് വെട്ടിയത്. അങ്ങനെ 96 പുള്ളി മത്സരിച്ച് തോറ്റ് 2001 പിന്നെ പറവൂരിൽ നിന്ന് ജയിച്ചു കയറുന്നത്. 2001 ജയിച്ച് കയറി അതുവരെയൊക്കെ ഒരു വലിയ കുഴപ്പമില്ലാതെ ആളുകളെയൊക്കെ പ്ലീസ് ചെയ്തൊക്കെ പോരുന്ന ഒരു സതീശനാണ്. 4 വർഷം കഴിഞ്ഞതോടുകൂടി സതീശൻ ഒരു അഹങ്കാരത്തിൻ്റെ രൂപമായിട്ട് മാറി. കാരണം ഈ 4 വർഷക്കാലം കൊണ്ട് അന്നത്തെ സിവിൽ സപ്ലൈ മന്ത്രിയായിരുന്ന കാർത്തികേയൻ്റെ പിൻപറ്റി നിന്ന് ഈ കേരളത്തിലേക്കുള്ള പർച്ചേസ് മുഴുവനും സതീശനെ ഏറ്റെടുത്ത് ഒരു 500 കോടിക്ക് മേളിൽ കമ്മീഷൻ സതീശൻ്റെ കയ്യിൽ വന്നിട്ടുണ്ട്.
ഇത് കാർത്തികേയൻ അറിയത്തില്ലായിരുന്നു, അതോ കാർത്തികേയൻ കാർത്തികേയൻ ഒരു കണ്ണടിച്ചു കൊടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇവൻ്റെയിലാണ് പണം വന്ന് പെട്ടത്. പണം പെട്ടത് അറിയാനിടവന്നെന്ന് പറഞ്ഞാൽ, ഒരു വർഷക്കാലം അടൂർ പ്രകാശായിരുന്നു കാർത്തികൻ. മറ്റേ മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ച സമയത്ത് ആൻ്റണി മാറി ഉമ്മൻചാണ്ടി വന്ന സമയത്ത് അടൂർ പ്രകാശായിരുന്നു സിവിൽ സപ്ലൈ മന്ത്രി. അദ്ദേഹം വന്ന ഉടനെ തന്നെ മുൻ അഴിമതിക്കെതിരെ ജസ്റ്റിസ് മുരളീധരനെ കമ്മീഷനായിട്ട് വെച്ചു. അദ്ദേഹമാണ് ഈ അഴിമതി മുഴുവൻ കണ്ടെത്തിയത്. അപ്പം അതിൽ ഒരഴിമതി ഞാൻ പറയാം. ഇപ്പം ചെറുപയർ 18 രൂപയ്ക്കാണ് സപ്ലൈക്കോ വാങ്ങിയത്. സിവിൽ സപ്ലൈ വാങ്ങണത് 27. അപ്പം എത്ര രൂപ കൂടി? 9 രൂപ കൂടി. അത് തന്നെ 100 കോടി രൂപയുടെ അഴിമതിയാണ്. അപ്പം എല്ലാ സാധനങ്ങളും പർച്ചേസ് ചെയ്തതിൽ വൻ അഴിമതിയാണ്. അപ്പം ഇതിൻ്റെ കമ്മീഷൻ മുഴുവനും സതീശൻ്റെ കയ്യിലേക്കാണ് ഒരു 70% വന്നു പെടുന്നത്. ഇതറിയാൻ കാര്യമെന്ന് പറഞ്ഞാൽ, അന്ന് KT ജോസഫ് എന്ന് പറഞ്ഞ ഒരാളാണ് കേരളത്തിൽ ഇതിൻ്റെ ഏജൻറ്റായിട്ട്, സപ്ലൈ ചെയ്യുന്നതിൻ്റെ ഏജൻറ്റായിട്ട് വന്നത്. അദ്ദേഹമാണ് ഇത് കേസായി മാറി. എന്ന് പറഞ്ഞാൽ മുരളീധരൻ കമ്മീഷൻ റിപ്പോർട്ട് വെച്ചിട്ട് ക്രൈം ബ്രാഞ്ചിനോട് അന്വേഷിക്കാൻ പറഞ്ഞ് ക്രൈം ബ്രാഞ്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ക്രൈം ബ്രാഞ്ചിലെ ഒരു ഉദ്യോഗസ്ഥൻ ജയകുമാർ ആയിട്ട് ഞാൻ സംസാരിക്കാൻ ഇടവന്നപ്പോൾ ജയകുമാർ പറയണം, എന്തൊരു കള്ളനാണ് സതീശൻ. ഞങ്ങൾ കർണാടകയിലും ആന്ധ്രയിലും തമിഴ്നാട്ടിലൊക്കെ ചെന്നപ്പോൾ ബൾക്കായിട്ട് പണം കൊടുത്ത കാര്യങ്ങൾ കർഷകർ പറയുന്നു. ഈ ജയകുമാർ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇവൻ നമ്പർ 1 കള്ളനാണെന്ന്. ഇവനാണ് ഇന്ന് ആദർശം വിളമ്പുന്നത്. അപ്പോൾ ഈ കേസ് അങ്ങനെ ക്രൈം ബ്രാഞ്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് CBI അന്വേഷിക്കണമെന്ന് പറഞ്ഞ ഒരാൾ കൊണ്ടുവന്ന് കേസ് കൊടുക്കുന്നത് ഹൈക്കോടതിയിൽ. അങ്ങനെ ഇത് CBI അന്വേഷണത്തിൽ പോയി. CBI അന്വേഷണത്തിൽ പോയ സമയത്ത് അച്യുതാനന്ദ മന്ത്രിസഭ എന്ന സമയമായിരുന്നു 2006. അതിൽ ഈ C. ദിവാകരൻ എന്ന് പറഞ്ഞ മന്ത്രിയായിരുന്നു അന്ന് സിവിൽ സപ്ലൈ മന്ത്രി. സതീശൻ ഈ C. ദിവാകരനെ പിടിച്ചിട്ട് ഫയലുകൾ മുക്കി. അപ്പോൾ ഈ മറ്റേ CBIക്ക് അന്വേഷിക്കേണ്ട പല രേഖകളും ഇല്ലാതെ വന്നു. അങ്ങനെ ഈ കേസ് ഡിസ്പോസ് ചെയ്ത് പിന്നെ കേന്ദ്രത്തിൽ വേറെ തരത്തിൽ സതീശൻ സ്വാധീനവും ചെലുത്തി CBIയിൽ. അങ്ങനെ ഈ കേസ് ക്ലോസ് ചെയ്തു. അപ്പം ഞാനിത് സംബന്ധിച്ച് അന്വേഷിച്ച് വീണ്ടും ഹൈക്കോടതിയിലേക്ക് പോയി. ഹൈക്കോടതിയിൽ പോയി ഇത് അന്വേഷിക്കാനായിട്ടൊക്കെ ഓഫീസുകളിലൊക്കെ കയറി ഇറങ്ങിയത് എങ്ങനെയോ KT ജോസഫ് എന്ന് പറഞ്ഞ വ്യവസായി അറിഞ്ഞു. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, രാജേന്ദ്രപ്രസാദ് ഞങ്ങളെ ചുറ്റിക്കല്ലേ, ഈ ഇതിലെ കമ്മീഷൻ മുഴുവനും ഒരു 70% അവനാണ് അടിച്ചു മാറ്റിയേക്കണത്. അവൻ്റെ ഒരു 500 കോടിക്ക് മേളിൽ അവൻ കൊണ്ടുപോയിട്ടുണ്ട്. രാജേന്ദ്രപ്രസാദ് അവൻ്റെ പിന്നാലെ പോകുമെന്ന് പറഞ്ഞ്. അങ്ങനെയാണ് ഞാനത് പിന്നെ CBI കേസിൻ്റെ പിന്നാലെ പോകും. പക്ഷെ അന്ന് CBI സത്യസന്ധമായി അന്വേഷിച്ചിരുന്നെങ്കിൽ ഈ അഴിമതിയിൽ ആദ്യം അഴിമതി കണ്ടെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ പണത്തിൻ്റെ ഇൻകം ആരുടെയിലേക്കാണ് ചെന്ന് ആ സമയത്താണ് സതീശൻ പ്രതിയാവുന്നത്. അതുവരെ സതീശൻ പ്രതിയല്ല. ഈ അഴിമതിയിൽ മുഴുവൻ നടത്തിയ വക്താവാണെങ്കിലും ഈ ബെനിഫിറ്റ് ആരുടെ കയ്യിൽ ചെന്നു എന്ന് വരുമ്പോഴാണ് അതിലേക്ക് എത്തുന്നതിന് മുമ്പ് സതീശൻ അത് ബ്ലോക്ക് ചെയ്തു. അങ്ങനെയാണ് അവൻ ആ സിവിൽ സപ്ലൈ കേസിൽ പെടാതെ രക്ഷപ്പെട്ടു. പക്ഷേ ഈ 500 കോടി രൂപ അന്നേ തന്നെ ഇവൻ കക്കാനും നിൽക്കാനും പഠിച്ചവനാണ്. അന്നേ തന്നെ ഇവനെ ബിനാമിനെ വെച്ചിട്ടാണ്. ഇയാളുടെ ആദ്യത്തെ ബിനാമി വിദേശത്ത് ബിനാമി എന്ന് പറയാൻ പറ്റില്ല, വിദേശത്ത് പോയി ബിസിനസ് നടത്താനുള്ള ഏർപ്പാടുകൾ ചെയ്തത് തൃശ്ശൂർ കേന്ദ്രീകരിച്ചിട്ടുള്ളൊരു മേനോനാണ്. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ഞാനിപ്പോൾ വിട്ടുപോയി. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹമാണ് എൻട്രി കൊടുക്കുന്നത് വിദേശത്ത്. ഇപ്പം ദുബായിലും ഖത്തറിലും ഒക്കെ അവനെ ഒരുപാട് ഇന്നൊരു 2000 കോടിയുടെ ആസ്തിയുണ്ട് സതീശന്. ഞങ്ങളിത് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇയാളുടെ ബിനാമിക്ക് തന്നെ ഉണ്ട് ഒരു 200 കോടി രൂപ. അതാരാ പേരിന്റെ എവിടെയുള്ള സ്വദേശി പറവൂർ തന്നെ ഉള്ള ഒരാൾ. അതെ. അപ്പോൾ നമുക്ക് എന്താ പേര് പറയണ്ട, ഒരു മുസ്ലിം നാമധേയ. അതെ. അപ്പൊ ഞാനിത് അതിലേക്ക് നമ്മൾ പോകേണ്ട കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ സതീശനാണല്ലോ നമ്മൾ ഈ രാജ്യത്തിന്റെ ഒരു ഇതെന്ന് പറയണ അപകടകാരിയായ രാഷ്ട്രീയത്തെ കുറിച്ചാണ് ജനങ്ങൾക്ക് അറിയേണ്ട കാര്യം. അപ്പോൾ ഈ സതീശനെ സംബന്ധിച്ചിടത്തോളം ആ പണം വന്നതിന് ശേഷം സതീശൻ വേറൊരു രൂപം കൂടി പുള്ളിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ചെയ്ത് കേരളത്തിൽ ആദ്യമായിട്ട് ഫേക്ക് ഐഡിയ കൊണ്ടുവന്നത് സതീശനാണ്. ഫേക്ക് മറ്റേ അക്കൗണ്ട്. ഇപ്പോൾ
ഞാൻ തന്നെ ഫേക്ക് അക്കൗണ്ടിൻ്റെ ഒരാളാണെന്ന് വെക്കി. ഞാൻ സതീശൻ്റെ ഒരു ഫേക്ക് അക്കൗണ്ടിൻ്റെ ആൾ. എൻ്റെ പേര് രാജേന്ദ്ര പ്രസാദ്. അത് കഴിഞ്ഞാൽ പിന്നെ ദാമോദരൻ, പിന്നെ അങ്ങനെ ഓരോ പേരിൽ ഒരു 4-5 ഫേക്ക് ഐഡിയറും ഇത് ഞാൻ എൻ്റെ പേരിലുണ്ടാക്കും. അതേപോലെ കേരളത്തിലൊരു 12 ജില്ലയിൽ ഇവൻ ആളുകളെ ചുമതലപ്പെടുത്തി, 14 ജില്ലയിലും ആളുകളെ ചുമതലപ്പെടുത്തി. അപ്പോൾ ഈ 15 കോടി രൂപയുടെ ഈ കമ്മീഷൻ കിട്ടിയിരിക്കണ മഹാനാണുള്ള. അപ്പോൾ ഇവൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സതീശൻ എന്തോ വലിയ സംഭവമാണെന്നും സതീശൻ ആനയാണ് ഇനയാണെന്നൊക്കെ ഒരു 2006-2010 കാലഘട്ടത്തിൽ തുടങ്ങി ഇവൻ്റെ പ്രചരണം. അന്നേ തന്നെ ഇവൻ അടുത്ത മുഖ്യമന്ത്രി, ഭാവി മുഖ്യമന്ത്രി എന്നുള്ള ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു VD സതീശൻ. 2010 രണ്ടാമത്തെ ടൈം മത്സരിച്ചിട്ടുള്ളൂ. ഭാവി മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു സതീശന്. അങ്ങനെ നീട്ടിയെറിയാൻ അന്നേ മുതൽ തന്നെ നീട്ടിയെറിഞ്ഞ് അർഹതയില്ലാത്ത സ്ഥാനങ്ങൾ പേടിച്ചെടുക്കാനായിട്ടുള്ളൊരു മിടുക്കനായിരുന്നു സതീശൻ. 2011 പുള്ളി മന്ത്രിയാവാൻ ശ്രമിച്ചു. പക്ഷെ അത് ഉമ്മൻചാണ്ടി തടഞ്ഞു. തടയാൻ ഒരു കാരണം സതീശന് അന്നൊരു പേര് പറയാം, കാമുകിയുടെ പൊസിഷൻ ഞാൻ പറയൂല. അന്നൊരു പിള്ള എന്ന് പറഞ്ഞൊരു കാമുകി ഉണ്ടായിരുന്നു. ആ കാമുകിയെ വിവാഹം കഴിക്കാനായിട്ട് സതീശൻ തീരുമാനിക്കുകയാണ്. ഈ വിഷയം അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളും ആലുവ പാലസിൽ ഉമ്മൻചാണ്ടിയെ കണ്ടിട്ട് പറയുകയാണ്, ഞങ്ങളിങ്ങനെ ഭാര്യയും മക്കളും ഉള്ള സമയത്താണ് ഈ ബന്ധം. അതെ, 2010 തുടങ്ങിയതാണ്. അപ്പം ഉമ്മൻചാണ്ടിയെ വന്ന് കാണുകയാണ് ഭാര്യയും മകളും. എൻ്റെ ഭർത്താവ് ഇങ്ങനെ എന്നെ ഉപേക്ഷിച്ച് ഇങ്ങനെ മറ്റൊരു ജീവിതത്തിലേക്ക് പോകാൻ പോകും. ഉമ്മൻചാണ്ടിയാണ് ഇടപെട്ടത്, തടഞ്ഞത്. പിള്ളിയെ കല്യാണം കഴിക്കാനുള്ള തീരുമാനം തടയുന്നത് ഉമ്മൻചാണ്ടിയാണ്. അങ്ങനെ അവർ തമ്മിൽ ഒരു ഒരസൽ വന്നു. പിന്നെ ജി കാർത്തികേയൻ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സതീശന് ചാൻസ് ഇല്ലല്ലോ. അതുകൊണ്ട് അർഹതയില്ലാണ്ട് കൊടുക്കാതെ വന്നതാണ്. പക്ഷേ മന്ത്രിയാക്കിയില്ല എന്നുള്ള കലിപ്പ് അത് തീർക്കാൻ വേണ്ടിയാണ് അവസാനം സരിതയുടെ വിഷയത്തിലേക്ക് കടക്കുന്നത്. സരിതയുടെ വിഷയം ശരിക്കും മാർക്സിസ്റ്റ് പാർട്ടിയല്ല ഓപ്പറേറ്റ് ചെയ്തത്. 2ാം ഘട്ടം മന്ത്രിയാവാൻ കഴിയാതെ വന്ന ഗണേശും VD സതീശനുമാണ്. സരിത കേസിന്റെ അതായത് റെഡിയാക്കി അവരുടെ കയ്യിൽ ഇട്ടുകൊടുത്തത് ഗണേശനും ഇപ്പോഴത്തെ മന്ത്രി ഗണേശനും ഈ VD സതീശനുമാണ്. അത് ഇന്ന് രാഹുലിന്റെ ഇഷ്യൂല് ഇതെല്ലാം ഉണ്ടാക്കി മറ്റവർക്ക് ഇട്ടുകൊടുത്ത പോലെ. അതെ 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 അന്നേരം അന്ന് തൊട്ട് തുടങ്ങിയ പണിയാണിത്. അതെ അതെ അതെ. കൂടെ സതീശനെ സംബന്ധിച്ചിടത്തോളം സതീശന് ലോകത്തൊരാളോട് ഒരു കൂറില്ല. സ്വന്തം ഭാര്യയോടും മകളോട് പോലും കൂറില്ല. അവനോട് മാത്രമാണ് കൂറ്. അതുപോലെ സതീശൻ ബഹുമാനിക്കുന്ന ഒരു നേതാവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവന് പറയാനുണ്ടാവില്ല സതീശൻ സ്നേഹിക്കുന്നത് സതീശനാണ്. റോൾ മോഡലോ വേറെ പുള്ളി ആരാധിക്കുകയോ ബഹുമാനിക്കുകയോ ചെയ്യുന്ന അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളൊന്നുമില്ല. ഇല്ല പുള്ളിക്ക്. അതേപോലെ തന്നെ സതീശനെ സംബന്ധിച്ചിടത്തോളം സതീശൻ്റെ സീനിയർ നേതാക്കന്മാരെ മുഴുവൻ വെട്ടി ഒതുക്കുന്നത് ഈ സതീശനെ ബഹുമാനിക്കുന്ന നേതാക്കന്മാർ മതി എന്നുള്ളതാണ്. അപ്പോൾ സതീശൻ വഴി നേതാക്കന്മാരെ സൃഷ്ടിക്കുന്നു. അപ്പോൾ പഴയ നേതാക്കന്മാരെ മുഴുവൻ വെട്ടി നിരത്തുന്നു. PS രാജേന്ദ്ര പ്രസാദിന്റെ വെളിപ്പെടുത്തലുകളുടെ 2ാം ഭാഗം നാളെ ഇതേ സമയം ITV ന്യൂസിൽ. പുനർജനനി തട്ടിപ്പ് പുറത്തു വന്നാൽ കേക്കച്ചൻ അകത്താകും. മറക്കാതെ കാണുക, പരമാവധി ഷെയർ ചെയ്യുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.